കയ്യില് 2 മാങ്ങ കിട്ടുമ്പോ ദാ ഇതുപോലൊരു ഐറ്റം മിസ് ചെയ്യാതെ ഉണ്ടാക്കി നോക്കണം ട്ടോ. ഇൻസ്റ്റാഗ്രാം തോണ്ടിക്കൊണ്ടിരുന്നപ്പോ കിട്ടിയതാണ്. ടേസ്റ്റ് ഒരു രക്ഷയില്ല ട്ടോ. അടിപൊളിയാണേ. നമ്മുടെ മാങ്ങയുടെ പുളിയും, മധുരവും അതേപോലെ തന്നെ എരിവൊക്കെ ചേരുമ്പോ ഉണ്ടാവുന്ന ഒരു പ്രത്യേക ടേസ്റ്റ്. ദാ അതിനായിട്ട് 2 മീഡിയം വലിപ്പത്തിലുള്ള മാങ്ങ എടുത്തിട്ടുണ്ട്. തൊലിയോട് കൂടി തന്നെ ആദ്യമേ ഇതേപോലെ നീളത്തില് കട്ട് ചെയ്ത് അതിനുശേഷം ഇതേപോലെ നീളത്തിൽ തന്നെ പൊടി പൊടിയായിട്ടും കൂടി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരുപാട് കനത്തിലൊന്നും വേണ്ട. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിക്ക് ചെറുതായി കട്ട് ചെയ്താലും മതിയാവും. ദാ തൊലിയോടെ പട കട്ട് ചെയ്ത് നമ്മൾ മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുറച്ചു നേരം വെള്ളത്തിലിട്ട് ഒന്ന് പിഴിഞ്ഞ് ദാ പുളിയെ പടത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 4, 5 ഈന്തപ്പഴം വെള്ളത്തിൽ ഒന്ന് കുതിർത്തി നന്നായിട്ട് മിക്സ് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം ട്ടോ. കുരു കളഞ്ഞതാട്ടോ. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ മാത്രം വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ചൊറുക്കിയിട്ടല്ലോ അതാണേ. ഇനി നല്ല ചൂടായ ഓയിലിലേക്ക് ദാ ചെറിയ ജീരകവും അതേപോലെ തന്നെ കാശ്മീർ റെഡ് ചില്ലി 1 ടേബിൾ സ്പൂൺ നിറച്ചും കൂടെ തന്നെ ഒരു പിഞ്ച് മാത്രം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ല ചൂടോട് കൂടി തന്നെ മാങ്ങയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം വലിയ ചൂടൊന്ന് ആറി കഴിയുമ്പോൾ ദാ കൈ വെച്ച് ഇതേപോലെ എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നിങ്ങനെ മിക്സ് ആക്കി എടുത്താലുണ്ടല്ലോ. വൗ! എന്നാ ടേസ്റ്റാന്നറിയാമോ? ഇനിയിപ്പോ മാങ്ങ കിട്ടുമ്പോ ദാ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നമ്മുടെ കുട്ടീസിനൊന്ന് കൊടുത്തു നോക്കൂട്ടോ. പാത്രം ക്ലീൻ ആക്കി തരും. അപ്പൊ മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കാം ട്ടോ.